ഇദ്ദേഹത്തിന്റെ പേര് ആദിത്യധർ. 43 വയസ്സുകാരനായ ഒരു കാശ്മീരി പണ്ഡിറ്റ്. സ്വന്തം കുടുംബത്തെ കാശ്മീരിൽ നിന്നും പുറത്താക്കിയപ്പോൾ ഡൽഹിയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ബാല്യം. ഡിസ്ലെക്സിയ എന്ന പഠനവൈകല്യം ഉണ്ടായിരുന്നതിനാൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അദ്ദേഹം ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. സ്വപ്നങ്ങൾ തേടി പിന്നീട് മുംബൈയിലെത്തിയ അദ്ദേഹം ആക്രോശ് എന്ന ചിത്രത്തിൽ ഗാനരചയിതാവായി പ്രവർത്തിച്ചു. സിനിമയിൽ സംഭാഷണങ്ങൾ എഴുതാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഡിസ്ലെക്സിയ അദ്ദേഹത്തെ പലപ്പോഴും പിന്നോട്ട് വലിച്ചു. പിന്നീട് സംവിധായകൻ പ്രിയദർശന്റെ കൂടെ സഹസംവിധായകനായും അദ്ദേഹം ജോലി ചെയ്തു. പിന്നീട് ഇന്ത്യൻ ചാരനായ രവീന്ദർ കൗശികിന്റെ ജീവിതത്തെ ആസ്പദമാക്കി അദ്ദേഹം മികച്ചൊരു തിരക്കഥ എഴുതി. എന്നാൽ യാഷ് രാജ് ഫിലിംസ് അഥവാ YRF സ്ക്രിപ്റ്റ് വാങ്ങി കബീർ ഖാന് സംവിധാനം ചെയ്യാൻ നൽകി. പിന്നീട് മിൽഖാ സിംഗിന്റെ ബയോപിക്കിനായി അദ്ദേഹം മറ്റൊരു തിരക്കഥ കൂടി തയ്യാറാക്കി. അതും ഇൻഡസ്ട്രി അദ്ദേഹത്തിൽ നിന്നും തട്ടിയെടുത്ത് മറ്റൊരാളെ ഏൽപ്പിച്ചു. ഈ രണ്ട് ചിത്രങ്ങളും പിന്നീട് ബോളിവുഡിലെ വമ്പൻ ബ്ലോക്ക് ബസ്റ്ററുകളായി മാറി. തുടർച്ചയായ ഈ വഞ്ചനകളിൽ ഏതൊരാളും തകർന്നു പോകുന്ന അവസ്ഥയായിരുന്നു അത്. എന്നാൽ ആദിത്യധർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മാസാൻ എന്ന ചിത്രം കണ്ട അദ്ദേഹം അതിലെ വിക്കി കൗശലിന്റെ പ്രകടനം ഇഷ്ടപ്പെട്ട് വിക്കിയെ മനസ്സിൽ കണ്ട് സ്വന്തമായി ഒരു തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. അതാണ് നമ്മൾ കണ്ട ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്. ചിത്രം ബോളിവുഡിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായി മാറി. പിന്നീട് അദ്ദേഹം ആർട്ടിക്കിൾ 370 നിർമ്മിച്ചു. പലരും അതിനെ പ്രൊപ്പഗാൻഡ എന്ന് വിളിച്ചെങ്കിലും അതും ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടി. തുടർന്ന് അദ്ദേഹം 7 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വലിയ സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കി. എന്നാൽ സിനിമയുടെ നീളം കാരണം ജിയോ സ്റ്റുഡിയോസ് അതിന്റെ ഫണ്ടിംഗ് നിർത്തിവെച്ചു. അവിടെയും തളരാതെ ഒടുവിൽ സ്വന്തം കയ്യിൽ നിന്നും പണമിറക്കി അദ്ദേഹം ആ ചിത്രം പൂർത്തിയാക്കി. തന്റെ പേരിനൊപ്പമുള്ള സർനെയിം തന്നെ അദ്ദേഹം ആ ചിത്രത്തിന് നൽകി, ദുരന്തർ. ഇന്ന് ആ ചിത്രം നേടുന്ന ഓരോ രൂപയും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായുള്ള പ്യുവർ പ്രോഫിറ്റാണ്.